അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതായത് എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, എന്നെ അറിയാവുന്ന എൻ്റെ നാട്ടുകാർക്ക് ഒക്കെ അറിയാവുന്ന, എൻ്റെ സുഹൃത്തുക്കൾക്ക് ഒക്കെ അറിയാവുന്ന അബ്ദുല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവില്ല. കാരണം പേക്കൻ എന്ന് പറയണം. പേക്കൻ അബ്ദുല്ല എന്ന് പറഞ്ഞാൽ മാത്രമേ ആൾക്കാർക്ക് അബ്ദുല്ലയെ മനസ്സിലാവുള്ളൂ. പേക്കൻ എന്ന് പറയുന്നത് അവൻ്റെ ഒരു ബ്രാൻഡ് നെയിമാണ്. ആക്ച്വലി പേക്കൻ വീട്ടിൽ നിന്നാണ് അബ്ദുല്ലയുടെ വീട്ടിൻ്റെ പേര്. അങ്ങനെയാണ് ഈ പേക്കൻ എന്നുള്ള ബ്രാൻഡ് നെയിം അവൻ ഉണ്ടാക്കിയെടുത്തത്. എൻ്റെ ഒരു സുഹൃത്ത് എന്ന് മാത്രമല്ല, പ്രിയപ്പെട്ട സുഹൃത്ത് എന്ന് മാത്രമല്ല, ഞങ്ങൾ കളിക്കൂട്ടുകാരായിരുന്നു ചെറുപ്പം മുതലേ. അങ്ങനെയുള്ള ഒരു ആത്മബന്ധം പുലർത്തി വന്ന സുഹൃത്തുക്കളായിരുന്നു ഞങ്ങൾ. ഈയിടെ കഴിഞ്ഞ ദിവസം ഞാൻ അബ്ദുല്ലയെ വിളിച്ചിരുന്നു. ജസ്റ്റ് ഒന്ന് വിളിച്ചതാണ്, ഫ്രണ്ട്ഷിപ്പ് പുതുക്കാൻ വേണ്ടി. കുറേ വർഷങ്ങളായിട്ട് കോണ്ടാക്റ്റ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് അബ്ദുല്ലയുടെ മാതാവ്, അതായത് പേക്കൻ്റെ മാതാവ് ഈയിടെ മരണപ്പെട്ട വിവരം. അപ്പോഴാണ് ശരിക്കും ഞാൻ അറിയുന്നത്. ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവന് എൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കത് വളരെ വിഷമമുണ്ടാക്കി. ഞാൻ അറിയാതെ പോയൊരു കാര്യമായിരുന്നു. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ അറിഞ്ഞിരുന്നില്ല പേക്ക. അപ്പോൾ എന്തായാലും പേക്കൻ്റെ മാതാവ് എന്ന് പറയുന്നത്, പേക്കൻ്റെ ഉമ്മ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഉമ്മയെ പോലെ തന്നെ. ചെറുപ്പത്തിലൊക്കെ ഞാൻ അവിടെ തന്നെയായിരുന്നു, ഏകദേശം സമയങ്ങളിലും പേക്കൻ്റെ കൂടെ തന്നെയായിരുന്നു. പേക്കൻ മാത്രമല്ല, ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ്, പേക്കൻ, പിന്നെ അയ്യൂബ് പാലോടങ്ങണ്ടി, പിന്നെ ബക്കർ, ഞാൻ ബക്കു എന്ന് വിളിക്കും, തയ്യിൽ അബൂബക്കർ. ഞങ്ങളൊക്കെ ഒരു ടീമായിരുന്നു ചെറുപ്പത്തിൽ. രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് പല്ല് തേപ്പും കഴിഞ്ഞാൽ അവൻ്റെ വീട്ടിലേക്ക് പോകും. ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അവനപ്പോഴും ബെഡിൽ കിടന്നുറങ്ങുന്നുണ്ടാവും. ഞാൻ പോയിട്ട് പുതപ്പ് വലിച്ച് നീക്കിയിട്ട് വേണം അവനെ എഴുന്നേൽപ്പിക്കാൻ. അതിന് കുറച്ച് മെനക്കെടുണ്ട്. അത് കഴിഞ്ഞാൽ അവൻ്റെ പല്ല് തേപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവൻ്റെ അടുക്കളയിലേക്ക് പോകും. ചെറിയൊരു അടുക്കളയായിരുന്നു, ചെറിയൊരു വീടായിരുന്നു അന്ന്. കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ ഉമ്മ തലേ ദിവസം ഉണ്ടാക്കി വെച്ച മീൻകറി ഉണ്ടാവും ചട്ടിയിൽ, അതായത് കുടുക്കയിൽ, മൺകലത്തിൽ വെച്ച മീൻ മുളകിട്ടതുണ്ടാവും. ഈ പുളിയൊക്കെ ഒഴിച്ചിട്ട് നല്ല അതീവ ടേസ്റ്റാണ്. പേക്കൻ്റെ ഉമ്മാക്ക് അറിയാം ഞാൻ വരും രാവിലെ. ഞങ്ങൾക്ക് 2 പേർക്കും ഈ പഴയ തലേ ദിവസത്തെ ചോറും ഈ പഴയ മീൻകറിയും, അതായത് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി വെച്ച മീൻകറി ആ ചട്ടിയിലിട്ടിട്ട് പേക്കൻ്റെ ഉമ്മ തന്നെ കൈകൊണ്ട് അതിനെ നല്ലോണം മിക്സ് ചെയ്തിട്ട്, അതായത് കുഴച്ച് നല്ല റെഡിയാക്കിയിട്ട് ഞങ്ങളുടെ മുമ്പിലേക്ക് വെച്ച് തരുമായിരുന്നു. ഞങ്ങൾ രണ്ടാളും ആ ചട്ടിയിൽ നിന്ന് ഒന്നിച്ച് ആ ചോറ് മുഴുവൻ കഴിച്ചിട്ട് ആണ് ബാക്കി പരിപാടികൾ തുടങ്ങുന്നത്. അങ്ങനെയുള്ളൊരു ബന്ധമാണ്. പേക്കൻ്റെ ഉമ്മ ഉണ്ടാക്കി തന്ന ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഞാൻ. അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. നല്ല രുചിയിൽ ഭക്ഷണം ഉണ്ടാക്കുകയും ചെയ്യും. ഇപ്പോഴും ഉണ്ട് ആ രുചി നാവിൻ തുമ്പത്ത്. അങ്ങനെയുള്ളൊരു ഉമ്മ, പേക്കൻ്റെ ഉമ്മ മരണപ്പെട്ടതിൽ അതീവ ദുഃഖമുണ്ട്. പേക്കൻ്റെയും പേക്കൻ്റെ ഫാമിലിയുടെയും കൂടെ ആ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുകയാണ്. പേക്കൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ എൻ്റെ ഫാമിലി പോലെ തന്നെയായിരുന്നു ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നത്. പേക്കൻ്റെ സിസ്റ്റേഴ്സ് മറിയം, ആയിഷ, പിന്നെ പേക്കൻ്റെ ബ്രദർ എൻ്റെ അടുത്തൊരു ഫ്രണ്ടാണ് മുഹമ്മദ്. ഈ ഒരു ദുഃഖത്തിൽ പേക്ക, ഞാനും നിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. മരണപ്പെട്ട സമയത്ത് എനിക്ക് വിളിക്കാനും ബന്ധപ്പെടാനൊന്നും പറ്റാത്തതിൽ മാപ്പ് പറയാണ്. പിന്നെ പേക്കൻ ഇപ്പോൾ ദുബായിൽ എന്തൊക്കെ ബിസിനസ്സൊക്കെ ചെയ്തിട്ട് പോവാണ്. ഇനി പറ്റുകയാണെങ്കിൽ കാണാം അടുത്ത്. പേക്കൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഞാൻ നാട്ടിലുണ്ടെങ്കിൽ ആ ഗൃഹപ്രവേശനത്തിനൊക്കെ തീർച്ചയായും ഞാൻ പങ്കെടുക്കുന്നതായിരിക്കും. അതേപോലെ അയ്യൂബ് എന്നെ വിളിച്ചിരുന്നു. അയ്യൂബിൻ്റെ പേരക്കുട്ടികളുടെ ഫോട്ടോസൊക്കെ അയച്ചു തന്നു, കണ്ടു. പിന്നെ ആ ഒരു ഷോപ്പ് അയ്യൂബ് നന്നായിട്ടുണ്ട് കേട്ടോ. ആ ഒരു സിഗ്നേച്ചർ ഷോപ്പില്ലേ, സൂപ്പറായിട്ടുണ്ട്, നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ബക്കുവിൻ്റെ അടുത്തു നിന്നാണ് ഞാൻ പേക്കൻ്റെയും അയ്യൂബിൻ്റെയും ഒക്കെ നമ്പർ സംഘടിപ്പിച്ചിട്ട് കഴിഞ്ഞ ദിവസം വിളിച്ചതും ബന്ധപ്പെട്ടതും ഒക്കെ. എന്തായാലും നമ്മുടെ ജീവിതത്തിൽ
ഈ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഒഴിച്ചു മാറ്റി നിർത്താൻ പറ്റാത്തൊരു കാര്യങ്ങളാണ്. കാരണം ഒരുപാട് ഓർമ്മകൾ ചെറുപ്പത്തിൽ സമ്മാനിച്ച കുറേ അധികം വ്യക്തികളാണ് ഇവരൊക്കെ എൻ്റെ ജീവിതത്തിൽ. അതിനെക്കുറിച്ചൊക്കെ പറ്റുകയാണെങ്കിൽ എപ്പോഴെങ്കിലും, ഇപ്പം ഞാൻ ഇന്തോനേഷ്യയിലാണ് ഉള്ളത്, തായ്ലൻഡിൽ പോകുമ്പോൾ അവിടെ നിന്ന് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു വീഡിയോ ചെയ്യാം. ജീവിതത്തിൽ കുറേ ഓർമ്മകൾ എൻ്റെ നാടും നാട്ടുകാരും ഒക്കെ എനിക്ക് തന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എന്നെ കാണുന്ന എല്ലാവരും എൻ്റെ പ്രിയ സുഹൃത്ത് പേക്കൻ അബ്ദുള്ളയുടെ മാതാവിന് വേണ്ടിയിട്ട്, മാതാവിൻ്റെ ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അതല്ലേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അബ്ദുള്ള സന്തോഷമായിട്ടിരിക്കുക. എല്ലാവരും മരിക്കും, മരണത്തിൻ്റെ രുചി എല്ലാവരും അറിയും. അപ്പോൾ ഈ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ മലയാളത്തിൻ്റെ മരതകം റഫീഖ് അഹമ്മദ് സാറിൻ്റെ ചില വരികളാണ് ഓർമ്മ വരുന്നത്. മരണമെത്തുന്ന നേരത്ത് നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. എന്ത് നല്ല വരികളാണ് അദ്ദേഹം നമുക്ക് മലയാളത്തിന് സമ്മാനിച്ചത് അല്ലേ. അപ്പോൾ എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഈ വണ്ടിയിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു വണ്ടി, ടൊയോട്ടയുടെ. എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പോൾ ട്രാവൽ ഡേ നൈറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ ബാലിയിൽ ട്രാവെങ്ങാൻ എന്ന് പറഞ്ഞിട്ട് ഗിലിയിൽ ഒരു ഐലൻഡ് ഉണ്ട്. അപ്പോൾ ആ ഐലൻഡിൻ്റെ വിശേഷങ്ങളാണ് ഇനി നമ്മൾ അടുത്ത കുറച്ച് വീഡിയോസുകളിൽ കാണാൻ പോകുന്നത്. ഇപ്പം ഞാൻ പടാങ് ബേ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഉള്ളത്. അതായത് സനൂരിൽ നിന്നൊരു 2 മണിക്കൂർ സമയം കാറിൽ വരണം ഈ ഒരു ഫെറി പിടിക്കാനാണ്. ഫെറിയല്ല, ഫാസ്റ്റ് ബോട്ടിലാണ് ഞാൻ പോകുന്നത്. ഫെറി ഉണ്ട് ഇവിടെ, അവൈലബിൾ ആണ്. ഇനി ഗിലി ഐലൻഡിൻ്റെ, ഗിലി ട്രാവെങ്ങാൻ്റെ കുറച്ച് വിശേഷങ്ങൾ കാണാം. ഇപ്പോൾ ഇവിടെ ഫാസ്റ്റ് ബോട്ട് എനിക്ക് ഇനി ഒരു 1 hour വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടുന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്ന ഐലൻഡിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതൊക്കെ അവിടെ ചെന്നിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. ഇവിടെ നിങ്ങൾക്ക് ഈ ഐലൻഡിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ ബാലിയിൽ സനൂർ വരികയാണെങ്കിൽ സനൂരിൽ നിന്ന് നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഫാസ്റ്റ് ബോട്ടിൻ്റെ അതായത് സ്പീഡ് ബോട്ടിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ വന്ന് നിങ്ങളെ പിക്ക് ചെയ്തോളൂ. ഹോട്ടലിൽ വന്നിട്ട് കാറ് പിക്ക് ചെയ്തോളൂ. പിന്നെ നമ്മൾ വരേണ്ടത് ഇവിടെയാണ്. ഇവിടെ നിന്നാണ് സ്പീഡ് ബോട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നത് എത്ര സമയം എടുക്കുമെന്നുള്ള അറിയില്ല ആ ഐലൻഡിലേക്ക് എത്താൻ. കറക്റ്റ് ഓർമ്മയില്ല. ഞാനിതിന് മുമ്പ് പോയിട്ടുണ്ടായിരുന്നു ഐലൻഡിൽ. എൻ്റെ പിറകിൽ കാണുന്ന ഇതാണ് ഹാർബർ. ഇവിടെ നിന്നാണ് ഫാസ്റ്റ് ബോട്ട് പോകുന്നത്. ഇത് കണ്ടോ, എത്ര ചെറിയ ബോട്ടുകൾ. ഇതൊക്കെ ഇവിടെയുള്ള ടൂറിസ്റ്റുകളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഇവർ ഉപയോഗിക്കുന്നതാണ്. നമ്മളിന്ന് പോകുന്ന സ്പീഡ് ബോട്ട് അവിടെ അതാ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഹായ് പറയുന്നു ഒരു ഫാമിലി. നമ്മളിന്ന് പോകുന്നത് വഹാന വീരേന്ദ്ര എന്ന് പറയുന്ന ഫാസ്റ്റ് ബോട്ട് കമ്പനിയുടെ കൂടെയാണ്. ഇവിടെയാണ് നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്നത്, വഹാന വീരേന്ദ്രയുടെ. അതിൻ്റെ സ്റ്റാഫുകളാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഹലോ, ഹായ്, ഹലോ. നോ, ഐ എം ഡൈവിങ്. യു സി, ഇത് ഇവർ സ്നോർക്ലിങ്ങിന് കൊണ്ടുപോവാണ്. ഇവിടെ സ്നോർക്ലിങ്ങിന് നല്ല പറ്റിയ ഒരു സ്ഥലമാണ്. ഇതിൽ നമുക്ക് സ്നോർക്ലിങ്ങിന് പോവാം. ഇദ്ദേഹത്തിൻ്റെ ഫാമിലിയാണ് ഇപ്പോൾ സ്നോർക്ലിങ്ങിന് പോകുന്നത്, കണ്ടില്ലേ. ഈ ബോട്ടിൽ കയറിയിട്ട് വേണം സ്നോർക്ലിങ്ങിന് പോകാൻ. അവർ കുറച്ച് ദൂരെ കൊണ്ടുപോയിട്ട് നമ്മൾ ഇറക്കി വിടും കടലിലേക്ക്. പിന്നെ നമുക്ക് പോയിട്ട് സ്നോർക്കിൾ ചെയ്യാം. പിന്നെ ഡൈവിങ്ങിനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് ഈ നമ്മളിപ്പോൾ പോകുന്ന ഐലൻഡ്. അതായത് ഗിലി ട്രാവെങ്ങാൻ എന്ന് പറയുന്ന ഐലൻഡ്
സ്നോർക്കലിംഗ് ഒക്കെ ചെയ്യാൻ വളരെ പറ്റിയ ഒരു സ്ഥലമാണ്. ഇവിടെ അതാ 2 പെൺകുട്ടികൾ സ്നോർക്കലിങ്ങിന് പോകാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു വേറൊരു ബോട്ടിൽ. ഈ പടാങ് ബായ് എന്ന് പറയുന്നത് നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇത് കണ്ടില്ലേ, നല്ല രസമുള്ള സ്ഥലമാണ് കാണാൻ. ഇവിടെ ഇതേപോലെ കുറേ ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ട് ഇങ്ങനെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട്. ഇതാണ് ഹാർബർ. ഇവിടുന്നാണ് ഫാസ്റ്റ് ബോട്ടിലേക്ക് കയറുന്നത്. ഇതിലെ നമ്മൾ നടക്കുമ്പോൾ ഈ 2 സൈഡിലും ഇതേപോലെയുള്ള ചെറിയ ചെറിയ കച്ചവടക്കാരുണ്ട്. ഫ്രൂട്ട്സും ബിസ്ക്കറ്റും സോഫ്റ്റ് ഡ്രിങ്ക്സും ഒക്കെ വിൽക്കുന്നത്. അതോ അവിടെ ദൂരെ കാണുന്നില്ലേ, അതാണ് ഫെറി. അത് കുറേ സമയം എടുക്കും അവിടെ എത്താൻ. അതിലാണ് വണ്ടികളൊക്കെ കൊണ്ടുപോകുന്നത്. പക്ഷേ നമ്മൾ പോകുന്ന ഐലൻഡിൽ വണ്ടികൾ ഓടിക്കാൻ പറ്റില്ല. ഹലോ, യെസ്, യാ. ഇപ്പോൾ ഇവിടെ ഇവരൊക്കെ ഇപ്പോൾ നമ്മളുടെ ബോട്ടിൽ നമ്മളുടെ കൂടെ യാത്ര ചെയ്യുന്ന മറ്റ് യാത്രക്കാരാണ്. ഇവിടെ വേറൊരു ഫാസ്റ്റ് ബോട്ട് അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നമ്മൾ പോകുന്നത് ഇതാ ഈ ബോട്ടിലാണ്. ഇവരിപ്പോൾ ലഗേജൊക്കെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ കയറി തുടങ്ങി. ഇവരൊക്കെ ഈ ബോട്ടിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. ഈ ലഗേജൊക്കെ ലോഡ് ചെയ്യുന്നത് ഈ ബോട്ടിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ്. കണ്ടില്ലേ, അവിടെ ഏകജയുടെ ഒരു സ്ലോ ബോട്ട് പോകുന്നുണ്ട്. അതും അവിടെ എത്താൻ കുറച്ച് സമയമെടുക്കും. അവിടെ അത് ദൂരെയായിട്ട് നിർത്തിയിട്ടിരിക്കുന്ന അതാണ് ഫെറി. അവിടെ വേറെ ഒരു ഫെറി കിടപ്പുണ്ട്. പക്ഷേ ഇന്ന് ഫെറി പോകുന്നില്ല, ഇനി രാത്രിയേ പോകുന്നുള്ളൂ. ഇവിടുത്തെ വെള്ളം കണ്ടോ, എന്തൊരു ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് നോക്ക്. ഒരു ഹാർബറിലെ വെള്ളമാണിത്, ഇത്രയും ക്ലീൻ ആയിട്ടുള്ളത്. അങ്ങനെ ഞാൻ മൈക്രോഫോൺ എടുത്ത് ഉപയോഗിക്കുകയാണ്. ഗിലിയിലേക്ക് പോവാണ്. 300 ഹോഴ്സ് പവറുള്ള 6 എഞ്ചിനുകളാണ് ഈ ബോട്ടിനെ വലിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ നമ്മള് പടാങ് ബായോട് വിട പറഞ്ഞുകൊണ്ട് ഗിലിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കയറി. പക്ഷെ ഭയങ്കര ചൂടായി, കാരണം ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇതുവരെ. അതുമാത്രമല്ല, ഇതിൻ്റെ ഉള്ളിൽ നല്ല ഡീസലിൻ്റെ നല്ല വാസന വരുന്നുണ്ട്. അതിനി കുറച്ച് വിൻഡോസൊക്കെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ, പക്ഷേ ഇത് എ സി ആണ്. പക്ഷേ എ സി ശരിക്കും വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഈ ഫാസ്റ്റ് ബോട്ടിന് അപ്പർ ഡെക്കില്ല. അപ്പർ ഡെക്ക് കൂടി ഉണ്ടായിരുന്നെങ്കിൽ വളരെ മനോഹരമായിട്ട് നമുക്ക് വീഡിയോസ് എടുക്കാമായിരുന്നു. ഞാൻ ഈ ബോട്ടിൻ്റെ അപ്പർ ഡെക്കിൽ ചെറിയൊരു സ്ഥലമുണ്ട്, അവിടെ കയറി ഇങ്ങനെ ഇരിക്കുകയാണ് ഫ്ലോറിൽ.
കളർ കാണുന്നില്ലേ, അതൊരു പർവ്വതമാണ്. അതാണ് മൗണ്ട് അഗുൻ, അഗ്നിപർവ്വതമാണത്. അതിനെ മേഘങ്ങൾ പൊതിഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ടോ? ഈ രണ്ട് സൈഡിലും സേഫ്റ്റി ജാക്കറ്റുകൾ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ വീഡിയോയിൽ ഇപ്പോൾ ഇതുവരെ കാണിച്ചുകൊണ്ടിരുന്നത് സേഫ്റ്റിയുടെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതാണ് ബോട്ടിന്റെ അകവശം, ഉൾവശം. Jangan lupa follow social media kami Instagram Wahana Virendra dan website kami www.wahanavirendra.id. ഇതാണ് ഈ ബോട്ടിന്റെ ജനറേറ്റർ. ഇത് ഡീസലിൽ വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ ബോട്ടിന്റെ ബാക്കിൽ ചെറിയൊരു സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ കയറി നിന്നിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ഫാസ്റ്റിലാണ് ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളുമായിട്ട് ഒരു ചരക്ക് ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ബോട്ടിന്റെ ഫ്രണ്ട് ഭാഗത്ത് ലഗേജൊക്കെ കയറ്റുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ കുറച്ച് ഏരിയ ഉണ്ട്, ഇരിക്കാനൊക്കെ പറ്റും. അവിടെ കുറച്ച് ആളുകൾ ഇരുന്നിട്ട് പാട്ടൊക്കെ കേട്ട് ബീറൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനൊന്ന് അങ്ങോട്ട് പോയി നോക്കട്ടെ. വേറൊരു പെണ്ണ് വലിഞ്ഞു കയറി വരുന്നുണ്ട്. ഇവിടെ ഇരിക്കാനൊന്നും സ്ഥലമില്ല മക്കളെ. ഇവിടെ വേറെ ഒരു പെണ്ണും വലിഞ്ഞു കയറി വന്നിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറം വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കാലിൻ്റെ മേലേക്കാണ് വരുന്നത്. അവളിറങ്ങിപ്പോയി. വലിഞ്ഞു കയറി വന്നതായിരുന്നു. പക്ഷേ ഇവിടെ ഇരിക്കാനും കിടക്കാനൊന്നും സ്ഥലമില്ലാത്തതുകൊണ്ട് തിരിച്ച് താഴേക്ക് ഇറങ്ങി പോവാണ്. താഴെ നിന്ന് നോക്കുമ്പോൾ മുകളിലേക്ക് ഒരു ചെറിയ കോണിപ്പടിയുണ്ട്, അത് കയറിയൊക്കെ പോരും. പക്ഷെ ഇവിടെ തീരെ സ്ഥലമില്ല. അങ്ങനെ നമ്മൾ ഗിലി ട്രാവങ്ങാൻ എത്തിയിരിക്കുകയാണ്. ആ കാണുന്ന ഐലൻഡാണ് ട്രാവങ്ങാൻ. അങ്ങനെ ഗിലി ടീയിലെത്തി, ഗിലി ട്രാവങ്ങാനിലെത്തി. വഹാന വീരേന്ദ്രയുടെ ഈ ബോട്ടിലായിരുന്നു നമ്മൾ വന്നത്. ഈ ബോട്ടിന് വേറെ രണ്ട് ഐലൻഡിലേക്ക് കൂടി പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങി.
ഇവിടെയൊക്കെ കണ്ടോ, ഒരുപാട് ടൂറിസ്റ്റുകൾ ഇനി വീണ്ടും തിരിച്ച് വേറെ ഐലൻഡിലേക്കൊക്കെ പോകാൻ വേണ്ടി നിൽക്കുന്നതാണ് ഈ കാണുന്നത്. ഇവിടെ ഇതാ അവർ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ തിരിച്ച് ഐലൻഡിൽ നിന്ന് തിരിച്ച് പോവുകയാണ്. ഞാൻ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഹോട്ടലിൽ പോയി ഫ്രഷ് ആയതിനു ശേഷം ബാക്കി വീഡിയോസ് എടുക്കാൻ വേണ്ടി പോകണം. ഇതേപോലെ മരങ്ങളുടെ ചോട്ടിൽ ഇവർ ഇതേപോലെയുള്ള ബെഡ് ഇട്ടിട്ട് ഇവിടുന്ന് ലോക്കൽ ലേഡീസ് മസാജ് ചെയ്തു തരും. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഹലോ, ഹായ്. ഇവരെ പോലെയുള്ള ലേഡീസ് നമുക്ക് മസാജ് ചെയ്തു തരും. ബറാപ്പ മസാജ് 150 രൂപയാണ് ഇവിടുത്തെ ഇതിൻ്റെ ചാർജ്, ഒരു മണിക്കൂർ. ഇത് ഇവിടെ ഉള്ള കുതിരകളെ പരിപാലിക്കുന്ന ഒരു സെൻ്ററാണ്. അതായത് കുതിരകൾക്ക് എന്തെങ്കിലും അസുഖം വന്നാലോ അല്ലെങ്കിൽ അവരുടെ ഈ ലാടത്തിനൊക്കെയുള്ള പ്രശ്നങ്ങൾ അതൊക്കെ പരിഹരിക്കുന്നതിനും ഒക്കെയുള്ള ഒരു സെൻ്ററാണ്. ഇവിടെ നമുക്ക് കുറേ കുതിരകളെ കാണാൻ പറ്റും. ഇതുണ്ടോ, ഇവിടെ ഈ ഭാഗത്ത് വേറൊരു കുതിര. അസുഖം വന്ന കുതിരകളെയും അതേപോലെ എന്തെങ്കിലും പ്രശ്നം, കുതിരകൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഈ ഐലൻഡിൽ ഇവിടെ കൊണ്ടുവന്നിട്ടാണ്. ഇതുണ്ടോ, ഈ ഭാഗത്ത് ഇവിടെയും കുതിരകളുണ്ട്. ഇവിടെ കൊണ്ടുവന്നിട്ടാണ് ഇവർ ചികിത്സിച്ചിട്ട് ഭേദമാക്കുന്നത്. ഇതാണ് ഈ ഐലൻഡിലെ ഹെലിപാഡ്. ഇവിടെയാണ് ഹെലികോപ്റ്റർ വന്നിറങ്ങുന്നത്. ഈ ഐലൻഡിൽ റെസ്ക്യൂ സർവീസിന് വേറെ വഴിയൊന്നുമില്ല. കാരണം രാത്രിയൊക്കെ എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഹെലികോപ്റ്ററാണ് വരുന്നത്. പകൽ സമയത്താണെങ്കിൽ ഫാസ്റ്റ് ബോട്ടുണ്ട്. പിന്നെ വലിയ എമർജൻസി ആണെങ്കിൽ ഈ ഹെലിപാഡാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നിങ്ങൾ കണ്ടോ, ഈ വെള്ളത്തിൻ്റെ ക്ലാരിറ്റി, ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ്. ഇത് കണ്ടോ, കടൽ വെള്ളത്തിൻ്റെ ക്ലാരിറ്റി നോക്ക്, അത്രയും ക്ലിയറാണ്. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോഴുള്ള കാഴ്ച നോക്കൂ, നല്ല രസമില്ലേ? ഈ ഗിലി ഐലൻഡ് അത്ര മനോഹരമായ ഒരു ഐലൻഡാണ്. ഇവിടെ ഇതാ രണ്ടുപേര് ഫോട്ടോഷൂട്ട്, വീഡിയോ ഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഹലോ, ഹായ്. ഇവിടെ ഇതേപോലെ കോണുകൾ ഇങ്ങനെ ചുട്ടിട്ട് വെക്കുന്ന ചെറിയ ചെറിയ വണ്ടികൾ വെച്ചിട്ടുണ്ട് ബീച്ചിലൊക്കെ. ഭയങ്കര പോക, സംസാരിക്കുമ്പോൾ വായിലേക്ക് കയറും. അപ്പോൾ ഞാനൊരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് കഴിച്ചു നോക്കാം. ഇവിടെ ഒരു റിസോർട്ടുണ്ട്. ഇത് കണ്ടോ, ഇവിടെ ഈ ഗിലിയിലുള്ള ഏറ്റവും വലിയ റിസോർട്ടാണിത്. ഇത് ഒരുപാട് ഏക്കർ കണക്കിൽ സ്ഥലത്താണിത് ഇവർ പണിത് വെച്ചിട്ടുള്ളത്. ഇവിടെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരു ദിവസം ഏകദേശം $200 ഇവിടെ റൂമിന് റെൻ്റ് വരുന്നുണ്ട്. ഇവിടെ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ പുറത്തിങ്ങനെ ഇരുന്നപ്പോൾ ആൾക്കാരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ കുറച്ച് നേരം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാടാണ്, ഒരു കുന്ന് പോലെയാണ് കാണുന്നത്. അതിൻ്റെ ഈ ചെരുവിൽ ഇവിടെ ആയിട്ട് ഇത് കണ്ടോ, ഇവരുടെ ഈ ഐലൻഡിലുള്ളവരുടെ പ്രാർത്ഥിക്കാനുള്ള ഒരു ക്ഷേത്രമാണിത്.
ക്ഷേത്രമായിട്ട് വലിയ ഇതൊന്നും ഉണ്ടാക്കി വെച്ചിട്ടൊന്നുമില്ല, പക്ഷേ കുറച്ച് പ്രതിഷ്ഠകളൊക്കെ വെച്ചിട്ട് ഇവിടെയാണ് ഇവർ പ്രാർത്ഥിക്കുന്നത്. ഇവിടെ ഇതേപോലെയുള്ള ഈ ബീച്ച് സൈഡിൽ ഇതേപോലെ ചെറിയ ചെറിയ കുറേ ബാർ ആൻഡ് റെസ്റ്റോറൻറ്റുകൾ ഉണ്ടാവും. സ്നോർക്ലിംഗ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കാണിക്കുകയാണ്. ഇത് കണ്ടോ, അവരുടെ കയ്യിൽ ഒരു ഗോഗിൾ ഉണ്ടാവും, പിന്നെ അത് ഒരു പൈപ്പ്, ചെറിയൊരു കഷ്ണം പൈപ്പ് ഉണ്ടാവും. അത് മുഖത്തിലേക്ക് വെച്ചിട്ട് കടലിൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ട് മീനുകൾ കാണുന്നതാണ് സ്നോർക്ലിംഗ്. പെട്ടെന്ന് ചെറുതായിട്ടൊന്ന് വിശദീകരിച്ചു തന്നതാണ്. സീരിയസ് ആയിട്ടുള്ള വീഡിയോ ഞാൻ വേറെ ചെയ്യാം. ഇത് കണ്ടോ, ഇങ്ങനെ ഉണ്ടാവുക.
ഈ ബീച്ചിൽ ഇതേപോലെ ഒരു സംഭവമുണ്ട്. അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് നമുക്ക് ഡൈവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഹൈ ടൈഡ് ആയിരിക്കണം, ലോ ടൈഡിൽ ഡൈവ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഈ ബീച്ചിലൂടെ ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ കാണുന്ന കാഴ്ച ഇതൊക്കെ. ഈ ഗിലി ഐലൻഡിൽ നിങ്ങൾ വരികയാണെങ്കിൽ ഒരു 2-3 ദിവസങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും. വളരെ മനോഹരമായ ഒരു ബീച്ച് തന്നെയാണ് ഈ ഗിലി ഐലൻഡ്. ഞാൻ ഈ ബീച്ചിൽ കുറേ നേരം കുളിച്ചു, സ്വിം ചെയ്തു, പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അവിടെ ഒരു റെസ്റ്റോറൻറ്റിലിരുന്ന് ഫുഡ് കഴിച്ചു. അവിടെ ഇരുന്നിട്ടാണ് കുറച്ച് വീഡിയോസൊക്കെ എടുത്തത്. ഇവിടെ എന്താ അറിയോ, ശരിക്കും നല്ല ചൂടാണ്, ഭയങ്കര ചൂടാണ്. ഞാനിപ്പോൾ ഈ ബീച്ചിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. വേണ്ട, ഇതൊക്കെ ടൂറിസ്റ്റുകൾക്ക് കുടിക്കാൻ വേണ്ടിയുള്ളതാണ്. ഇത് കണ്ടോ, ഇവിടെ ഒരു ബോട്ട്, നല്ല രസമില്ലേ കാണാൻ, നല്ലൊരു രസമുള്ള ഡിസൈൻ. ഇത് സ്നോർക്കലിങ്ങിന് ആളെ കൊണ്ടുപോകാനുള്ള ഒരു ബോട്ടാണ് ഇപ്പോൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുള്ളത്. നല്ല രസമുണ്ട് ഇതിൻ്റെ ഡിസൈൻ. ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഈ ഐലൻഡിൻ്റെ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.